Hi friends, ഇനി വന്നിരിക്കുന്നത് ബോർഡർ വെച്ചിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ്. നമ്മൾ റണ്ണിങ് ഫാബ്രിക് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡിൽ ബോർഡർ ആയിട്ട് നമുക്ക് കാണും. അപ്പോൾ അത് കട്ട് ചെയ്ത് നല്ല നെക്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് കുർത്തീൻ്റെ നെക്കിൻ്റെ വീതി എത്രയാണ് വരുന്നത് അത് വേണം ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഇനി നെക്കിൻ്റെ ഇറക്കം, ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് താഴേക്ക് നമ്മളൊരു വി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ഏത് നെക്കാണ് വേണ്ടത് അത് നമുക്കിവിടെ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലൊരു യു ഷേപ്പ് പോലെ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് എത്ര ലെങ്ത്താണ് വേണ്ടതെന്ന് നോക്കാം. 1.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 3.5 + 1.5 5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ബോർഡർ നമ്മൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 പീസ് ഇതുപോലെ എടുക്കാം. ഇത് വീതി വരുന്നത് 3 ഇഞ്ചും ലെങ്ത്ത് എടുക്കുന്നത് 13.5 ഇഞ്ചുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണ് ആ ബോർഡർ പീസ് വരേണ്ടത് അതവിടെ കട്ട് ചെയ്ത് വയ്ക്കാം. വീതി എടുക്കുമ്പോൾ എത്രയാണ് വീതി + 1 ഇഞ്ച് തയ്യൽത്തുമ്പും എടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പും കൊടുക്കുന്നത്. അരയിഞ്ച് ഈ ഒരു സൈഡിലും അരയിഞ്ച് ഇവിടെ മടക്കി തയ്ക്കാനുമാണ്. എന്നിട്ട് ഈ 2 പീസ് ഉണ്ടല്ലോ അതിന് ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് അതിൻ്റെ അരികു ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ അറ്റത്തെ ഭാഗം നമ്മൾ ഈ നെക്കിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് മടക്കി തയ്ക്കുകയാണ്. അത് നമ്മൾ കുർത്തിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ മിഡിലായിട്ട് 2 അറ്റഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. അപ്പം നല്ല വശത്ത് ഞാൻ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസും അതിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്യാൻവാസ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് വെച്ചിരുന്ന ആ ബോർഡർ പീസിന് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നല്ല നമുക്ക് നീറ്റായിട്ട് ആ ബോർഡർ ഒരു വി ഷേപ്പിൽ കിട്ടും. അപ്പോൾ ലൈനിങ് വെക്കേണ്ടത് തുണീൻ്റെ നല്ല വശത്തും ക്യാൻവാസ് വെക്കേണ്ടത് തുണീൻ്റെ റോങ് സൈഡിലുമാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകരുത്. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ലൈനിങ് ഭാഗം നമുക്ക് റോങ് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചിടാം. അപ്പോൾ ഇതുപോലെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ലൈനിങ് ഇപ്പോൾ നമുക്ക് റോങ് സൈഡിൽ വന്നിട്ടുണ്ട്. ക്യാൻവാസ് ഇതിനുള്ളിലായിട്ട് വരും. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് പീസൊന്നും ക്യാൻവാസിൽ വെച്ച് അടിക്കേണ്ട. ഈ ഒരു മെത്തേഡ് സിമ്പിളാണ് നമുക്ക് നെക്ക് തയ്ക്കാൻ. അപ്പോൾ നമുക്ക് ബോർഡറും ഇതുപോലെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതുപോലെ കുർത്തിയിലും ബ്ലൗസിലൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ വെറുതെ നമ്മൾ ഈ ബോർഡർ കളയാണ്ട് നെക്കിലേക്ക് ഇതുപോലെ നമുക്ക് പാറ്റേൺ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ലേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അരികത്ത് ഇതുപോലെ ഗോൾഡൻ ലേസോ അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി കാണുന്നത് കുറച്ച് ഡിസൈൻസാണ്. ബോർഡർ വെച്ച് ചെയ്തേക്കുന്ന ചില കുർത്തിയുടെ നെക്ക് പാറ്റേൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന്? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.